നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകൾ അർത്ഥവത്താകുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ എല്ലാവർക്കും അറിയാം, എല്ലാം ഓർമ്മപ്പെടുത്തുന്നു. ഇതേ ഡിവിഷനിൽ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2020-2025 വർഷത്തിൽ CPIയുടെ കാൻഡിഡേറ്റായി ജയിച്ച ആളാണ്. അന്ന് CPIയുടെ രണ്ടാമത്തെ ഊഴത്തിൽ CPIയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകേണ്ട ആളായിരുന്നു. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള, നല്ല വായനാശീലമുള്ള, നല്ല അറിവുള്ള, തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു യുവതി എന്ന് തന്നെ അവരെ എടുത്തു പറയാം. കോൺഗ്രസ്സിലെ ആണൊരുത്തി എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കണം. അന്ന് തൻ്റെ പാർട്ടിയിലെ ഒന്നുമില്ലായ്മയെന്ന് വളർന്നു വന്ന AP ജയനെ പോലുള്ളവർ കോടീശ്വരന്മാരായതും അദ്ദേഹം നടത്തിയ അഴിമതികളും ഒക്കെ CPIയിലെ പല നേതാക്കന്മാർക്കും എതിരെ സംസാരിക്കുകയും അതുമൂലം പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും ആ നേതാക്കന്മാർ തന്നെ പുറത്താവുകയും ചെയ്ത അവസ്ഥയിലാണ് CPI വിട്ട് അവർ കോൺഗ്രസ്സിലെത്തിയത്. ഞാൻ പറയുന്നു, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, എതിരഭിപ്രായമുള്ള ഒരു വനിതാ നേതാവ് എന്ന് പറയുന്നത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേതാക്കന്മാർ പറയുന്നതിനെ ശിരസാവഹിച്ചുകൊണ്ട് അവർക്ക് ഓശാന പാടുന്ന വനിതാ നേതാക്കന്മാരുള്ള സ്ഥാനത്താണ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും നല്ല യുവതിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ടീച്ചർ വളർത്തിയതിൻ്റെ ഗുണം എന്ന് വേണം അതിനെ പറയാം. തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുകയും നല്ലതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാം ഗർഭ സമയത്ത് അതിനെതിരെ ആ വാർത്ത വന്നതിനെ എതിർത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പുറത്ത് CPIയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ എന്ന് വേണമെങ്കിൽ കൂടി അവരെ സൂചിപ്പിക്കാം. കൂടാതെ അന്ന് മരമുറി ചാനലിൻ്റെ വനിതാ റിപ്പോർട്ടർമാർ മണിക്കൂറുകളോളം ഇവരോട് താങ്കൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ആ ദുരനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണക്കാരിയായി റിനി ആൻ ജോർജിനെതിരെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കൃത്യമായി അവലോകനം ചെയ്തിരിക്കുന്നവർ ഇത് കോൺഗ്രസ്സിലെ പത്തനംതിട്ട ജില്ലയിലെ ആൺകുട്ടിയാണെന്ന് വേണം പറയാൻ. ഇവരെപ്പോലുള്ള വനിതാ നേതാക്കന്മാരെ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരികയും എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പത്തനംതിട്ട DCC റെപ്രസെൻ്റ് സ്ഥാനം ഇവരെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പുറകോട്ട് നോക്കേണ്ടി വരില്ല. പാർട്ടി അവർ ഒരു കയ്യിൽ കുമ്പിളിൽ കൊണ്ടു നടക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു വനിതാ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയും യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന് അസന്നിഗ്ധമായി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം. റിനി ആൻ ജോർജാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ഹൂ കെയേഴ്സ് എന്ന് പറയുകയും ആ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ താൻ ആദ്യം വിളിക്കുന്നത് VD സതീശനെയാണെന്ന് ഉറക്കെ പറയുകയും ചെയ്ത വ്യക്തിയാണ്. അച്ഛനെ പോലും വിളിക്കാതെ VD സതീശനെ വിളിക്കും എന്ന് പറഞ്ഞ ആളിൻ്റെ പേരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളതാണ്. അവർ കൃത്യമായി പറയുന്നു, ഈ പറയുന്ന റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ യുവതി സിനിമാടിയൊന്നുമല്ലല്ലോ, നടി, തനിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി അല്ലെ തനിക്ക് വേണ്ടി എന്തെങ്കിലും റീൽസ് ഇടാൻ വേണ്ടിയൊക്കെ നടക്കുന്ന ആ സ്ത്രീ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ 20-24 മാസങ്ങൾക്കും പരിചയപ്പെടുമ്പോൾ അയാൾ MLA അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ല. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മധ്യാഹ്നത്തിൽ അതായത് 12:30 വീഡിയോ കോളിൽ വിളിച്ചിട്ട് അയാളോട് പറയുകയാണ്, നിങ്ങൾ വേറൊരു ആപ്പിലൂടെ എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അത് ഇൻസ്റ്റയിലേക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്തുകൊണ്ട് ഇന്നുവരെ പരാതി കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന യുവതി സ്ത്രീ ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിയുമായി പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് റിനി ആൻ ജോർജിനെ പുറത്തുവിടാൻ പോകുന്ന തെളിവുകൾ ഈ പറഞ്ഞ റിനി ആൻ ജോർജിന് എതിരാകുമെന്ന് അറിയുന്നതുകൊണ്ടാണ് രാഹുലിനെതിരെ മൊഴി കൊടുക്കാത്തതും എനിക്കങ്ങനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുകയും പറഞ്ഞുപോയ അബദ്ധത്തിൽ നിന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ പോയതിന് ശേഷമാണ്, സബ് ജയിലിൽ പോയതിന് ശേഷമാണ് വീണ്ടും ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ചാനലുകൾ വരുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ കലാകാരന്മാരെന്ന് പറയുന്ന സിനിമാ താരങ്ങളും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു? സിനിമാ താരങ്ങൾക്കും നടിമാർക്കും ഒരു അപവാദമാണ് ഇവരെപ്പോലുള്ള സ്ത്രീകൾ എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ സത്യം വിളിച്ചു പറയുവാനും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുവാനുമുള്ള ധൈര്യം ആർജവം കാണിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയാണ് യഥാർത്ഥ സ്ത്രീത്വത്തിൻ്റെ വക്താവ് എന്ന് പറയാം. തെറ്റാണെന്ന് പറയുവാനും ശരിയാണെന്ന് പറയുവാനും ആണിൻ്റെ പക്ഷത്തും പെണ്ണിൻ്റെ പക്ഷത്തും നിന്ന് സത്യത്തിന് നേരെ മുഖം തിരിക്കാതെ സത്യം ഇതാണെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസ്സുകാർക്ക് കിട്ടി. നാളെ വരെ ചവിട്ടിത്താഴ്ത്തി വേറെ പാർട്ടിയിലേക്കൊന്നും വിടാതിരുന്നാൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിലെ മുതുക്കന്മാർ പറയുന്നതല്ല അഭിപ്രായം ശരി, ഞാൻ പറയുന്നത് ശരിയാണ്, ഇതാണ് എൻ്റെ ശരിയായ രീതി, ഒരു സ്ത്രീയും ഇങ്ങനെ ആകാൻ പാടില്ല എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പരോക്ഷമായി പറഞ്ഞു വച്ചിരിക്കുന്നു. ഈ പറഞ്ഞു വെച്ചതിലാണ് രാഹുലിൻ്റെ ഭാവി മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥം ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലുമായി കല്യാണം ഉറപ്പിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നൊന്നുമല്ല. അവർ പ്രണയമാണെന്നൊന്നും നാളെ ആരും പറഞ്ഞു കൂട്ടണ്ട. അങ്ങനൊരു ബന്ധം അവർ തങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരി, അല്ലെങ്കിൽ തെറ്റിനേരെ വിരൽ ചൂണ്ടുന്ന ശരിയായ ജനപ്രതിനിധിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയാതെ വയ്യ. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പറച്ചിൽ, ഈ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തരം ആൾക്കാരാണ് നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടത്. ഇത്തരം യുവാക്കളാണ്, ഇത്തരം യുവതികളാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത്. അത് അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് മാത്രമേ അവരോട് അഭ്യർത്ഥിക്കാനുള്ളൂ. നന്ദി.